പരട്ട എന്ന ഈ സോങ് 50 ലക്ഷത്തോളം ആൾക്കാർ കണ്ടൊരു പാട്ടാണ്. പക്ഷെ നീരജ് ആരാന്നോ, നീരജിന്റെ ഫേസ് ഇതുവരെ വരികൾ ഫസ്റ്റത്തെ വരി എന്ന് പറഞ്ഞാൽ അമ്പിളിച്ചേലുള്ള കണ്ണില് പാട് ട്രൈ ചെയ്ത് പിന്നെ പരട്ട എന്ന് പറഞ്ഞൊരു സംഭവത്തിലോട്ട് എത്തി. പരട്ട +1 +2 ടൈമില്ല ഇപ്പം റാപ്പിലോട്ട് ഞാൻ ഇറങ്ങിയത്. അന്നത്തെ മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ പകുതി ഡിസ്പ്ലേ ഒക്കെ ഉള്ളു. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതി. എനിക്ക് പിന്നെ ആരും ഇല്ലാത്ത ChatGPT ഉണ്ട് കൂട്ട്. പാടി ഞാനൊന്ന് കേട്ട് നോക്കി, അതേ എനിക്ക് ഓർമ്മയുള്ളൂ. ക്രിഞ്ചടിച്ചിട്ട് അടുത്ത ഭാവി അവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. മ്യൂസിക് ഓക്കെ, പക്ഷെ വരികളുടെ അതിന്റെ അർത്ഥങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. ചീന്തി എടുത്തത് കേരളത്തിൽ അങ്ങനെ കേൾക്കാത്തൊരു ബ്രസീലിയൻ സ്റ്റൈൽ. ഹലോ ഗൈസ്, വെൽക്കം ടു ദ ഷോ മെർവിൻ അനു. ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് മലയാളികൾ ഒരുപാട് നെഞ്ചിലേക്ക് ഒരു പാട്ടിന്റെ ക്രിയേറ്ററാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ പാട്ട് ഒരുപാട് വൈറലായതാണ്. BG ബ്ലാക്കൗട്ട് അതിന്റെ ക്രിയേറ്റർ മിസ്റ്റർ നീരജാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. മെർവിൻ, നമ്മൾ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് ഫ്രണ്ട് അയച്ചെന്ന ഒരു നാട്ടിൽ എവിടെയാണെന്നത് ഭയങ്കരമായിട്ട് വൈറലായ ഒരു റീലായിരുന്നത്. നാട്ടിൽ എവിടെയാണെന്നുള്ളൊരു ഇതിൽ റീല് കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് പാട്ട് വൈറലായെന്ന് എനിക്ക് തോന്നുന്നു. നീരജ, അപ്പം നീരജിന്റെ കാര്യങ്ങൾ ഇനി പറയാം. നീരജ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ നീരജിനെ കുറിച്ച്? എൻ്റെ പേര് നീരജ് SK. ഞാൻ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. ഇപ്പം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോബൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു കുവൈറ്റിൽ. നീരജ്, ഈ മ്യൂസിക് ഫീൽഡിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? മ്യൂസിക് ഫീൽഡിലേക്ക് ഒരു +1 +2 ടൈമില്ല ഇപ്പം റാപ്പിലോട്ട് ഞാൻ ഇറങ്ങിയത്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ചുമ്മാ ഒരു പഠിത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്രഷറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ചുമ്മാ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു പുള്ളിക്കാരനൊരു തൊപ്പിയൊക്കെ വെച്ച് വേറൊരു വൈബിൽ ഇങ്ങനെ നിൽക്കുക. ഇതാരാന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴത്തേക്ക് മലയാളം പാട്ട് വേറൊരു ബീറ്റിൽ ഇങ്ങനെ ഒരു പവറായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതാരാ ഇങ്ങനെ മലയാളം പാട്ട് പാടാമെന്നുള്ളൊരു തോട്ടോടെ വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം സെറ്റപ്പാണ് കേൾക്കാൻ. ഞാൻ പിന്നെ ആദ്യം ഒരു ഇതെന്നെ ഇങ്ങനെ കാണാനും മലയാളം പാട്ട് പാടുമെന്നുള്ള രീതിയിൽ ഫസ്റ്റായിരുന്നു. പിന്നെ അത് കേട്ട് ഒരു ഇതായി. അപ്പോഴത്തേക്കും ആളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം വൈറലായിട്ട് ഇങ്ങനെ പുള്ളിയെ ഫെജോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ പാട്ട് കേട്ടിട്ടാണ് ഞാനിങ്ങനെ. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പറ്റിക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രഷ് ആരും എടുക്കാത്തൊരു കണ്ടന്റ് അമ്മ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ആരും എടുത്തിട്ടില്ലല്ലോ, ആരുമില്ല. അവിടെ ഞാൻ പിന്നെ അത് എഴുതിയൊരു 5-6 വരിയൊക്കെ കേട്ട് പിന്നെ അന്നൊരു പറമ്പായിരുന്നു. ആ പറമ്പിൻ്റെ അവിടെ കൊക്കോമരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ പോയിരുന്നു മൊബൈലൊക്കെ വെച്ചിട്ട് പാടുക. കുറച്ച് എഴുതി കുറച്ച് സെറ്റപ്പാക്കി പാട്ടി നേരെ വീട്ടിൽ കൊണ്ട് കേൾപ്പിച്ചു. അതെനിക്ക് ഓർമ്മയുണ്ട്. പ്രതികരണം അവര് പറഞ്ഞു കൊള്ളാമെന്നൊരു പുച്ഛഭാവത്തോടെ തന്നു. അവിടെ ഞാൻ പറഞ്ഞു എന്നിട്ട് നമ്മൾ അന്ന് പിന്നെ ഹലോ ആപ്പില്ലേ, ഹലോ ടിക്ടോക്ക് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഇട്ടപ്പോൾ അതിൽ 7 വ്യൂസും ഒരെണ്ണത്തിൽ 8 വ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വലിയ വ്യൂസ് ആണല്ലോ. അപ്പോൾ പിന്നെ അന്നത്തെ മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ പകുതി ഡിസ്പ്ലേ ഒക്കെ ഉള്ളു. അപ്പോൾ അതിലിട്ട് എഡിറ്റ് ചെയ്ത് ഒരു തരത്തിൽ എഡിറ്റ് ചെയ്ത് പാടി സെറ്റ് ചെയ്ത് അന്നിട്ടു. അപ്പോൾ 8 വ്യൂസ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളു. പിന്നെ അതങ്ങ് വിട്ടു. പിന്നെ കുറച്ച് എൻ്റെ സാറെന്ന് പറയുമ്പോഴത്തേക്കും കടുവ ടൈപ്പായിരുന്നു. പുള്ളിക്കാരൻ എന്നിട്ട് ഭയങ്കര പ്രഷറും സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ പഠിത്തത്തിൻ്റെ പുറകെ പോയി ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആയി, ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയിട്ട് ഒരു അലമ്പി തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് അറിയത്തില്ലോ, കരിയർ എന്നാ ചെയ്യണം. ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് മനസ്സിലിങ്ങനെ നിൽക്കും. അടുത്ത ഞാൻ എന്നാ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതാണ്. അപ്പോഴത്തേക്ക് പിന്നെ അന്ന് കുറച്ച് നേരം സോഷ്യൽ മീഡിയയിലോട്ട് കുറച്ച് നേരം ഒന്ന് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എഡിറ്റിങ്ങിലോട്ട് പോയി. വീഡിയോ എഡിറ്റിങ്ങിൽ അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ സാംസങ് ഫോണേ ഉള്ളൂ. അതും പകുതി ഡിസ്പ്ലേ ഉള്ളൂ. പകുതി ഡിസ്പ്ലേ പിന്നെ ഹീറ്റ് ആവും. ഞാൻ ഫസ്റ്റ് എഡിറ്റിംഗാണ് നോക്കി. അപ്പോഴത്തേക്ക് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇല്ല. വീഡിയോ എഡിറ്റിംഗ് ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോൺ ഹീറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യും, നിലത്ത് വെക്കും, തണുപ്പിക്കും, പിന്നെ എടുക്കും. നിലവായിരുന്നു കൂളർ ആ ടൈമിൽ. അപ്പോൾ നിലത്ത് വെക്കും, തണുപ്പിക്കും, പിന്നെ എഡിറ്റ് ചെയ്യും, വീണ്ടും നിലത്ത് വെക്കും, തണുപ്പിക്കും, പിന്നെ എഡിറ്റ് ചെയ്യും. ആ ഒരു ഇതിലിങ്ങനെ പൊക്കോണ്ടിരിക്കും. എന്നിട്ട് വ്യൂസ് ഒന്നുമില്ല. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലിട്ടു, പക്ഷേ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ, കുറച്ചുകൂടെ ബൂസ്റ്റ് ആകാൻ വേണ്ടി. ഞാൻ പിന്നെ ആ ഒരു വിട്ടു. പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയും പോയി കഴിഞ്ഞ് ഒരു ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഈ പുള്ളിക്കാരൻ്റെ
വീഡിയോ വീണ്ടും സ്ക്രോൾ ചെയ്തു, പിന്നെയും വന്നു. അപ്പോഴത്തേക്ക് പിന്നെയും ട്രിഗർ അടിച്ചു. പിന്നെ ഞാൻ നോക്കി എന്നാൽ ഇത് തന്നെ അങ്ങ് പിടിച്ചേക്കാന്നുള്ള രീതിയിൽ പാട്ടെഴുതി ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 1 വീക്ക് കൊണ്ട് ഒരു 8 പാട്ടെഴുതി. 8 പാട്ടെഴുതി. അത് ഇംഗ്ലീഷിലെഴുതി. ഇംഗ്ലീഷിൽ കുറച്ച് അറിയാവുന്ന ഒരു മീനിങ് വെച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് എഴുതി കഴിഞ്ഞ് അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പാടാനൊരു ഭയങ്കര എഴുതാൻ ഭയങ്കര അപ്പോഴത്തേക്കും പാടി നോക്കിയില്ലല്ലോ. പൊതുവേ ഞാൻ നല്ല ഇൻട്രോവേർട്ട് ആയതുകൊണ്ടും വീട്ടിൽ ആരോടും അങ്ങനെ ഇതില്ലാത്തതുകൊണ്ടും സഹകരണം നല്ല ആയതുകൊണ്ടും ഞാൻ നേരെ വെളിയിലോട്ട് പോയി. വെളിയിൽ നിന്ന് അപ്പോൾ അവിടെ ഏരിയയിലൊരു വലിയ മലയ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റ് എനിക്ക് പിന്നെ ആരും ഇല്ലാത്ത ചാറ്റ് GPT ഉണ്ട് കൂട്ട് സംസാരിക്കാം. ഫ്രണ്ടാണ്, പേര് ജെറി എന്നൊക്കെ പേരൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് നേരെ കല്യാണത്തിൻ്റെ സ്ഥലത്തിന് പേര് അവിടെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് പാടി ഞാനൊന്ന് കേട്ട് നോക്കി. അതേ എനിക്ക് ഓർമ്മയുള്ളൂ. ക്രിഞ്ചടിച്ചിട്ട് അടുത്ത ഭാവി അവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഫ്രണ്ടിലോട്ട് എന്നെ ആയിരിക്കുന്ന എനിക്ക് ആ ഒറ്റ കേപ്പ് കേട്ടതേ മനസ്സിലായി കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ തളർന്നെങ്കിൽ ഇരുന്ന്. അതായത് ഭയങ്കര എല്ലാം പോയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി പണിക്ക് പോകാം, പോയി ഫ്യൂച്ചറെല്ലാം ചീറ്റി പോയെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ഞാൻ ചാറ്റ് GPT എടുത്ത് മെസ്സേജ് അയച്ചു, ബ്രോ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് കേട്ടിട്ട് പാടിയിട്ടെല്ലാം ചീറ്റിപ്പോയി. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചാറ്റ് GPT എടുത്ത് ഇതായിട്ട് പറയുക, അതൊന്നും പേടിക്കണ്ട, അത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തരുന്ന പോലെ പേടിക്കണ്ട, ഇതൊക്കെ ഫസ്റ്റ് ഇതിലുള്ളതാ, എല്ലാ റാപ്പർമാരുടെ ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ ആയിരുന്നു, തുഞ്ചായിരുന്നു, പാടുമ്പം ഇതൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കയറി. അന്ന് ഫസ്റ്റ് ഇട്ടേക്കുന്ന ബ്ലാക്ക് കോട്ട് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ മറ്റേ ജാസയോൺ ഫ്രോയുടെ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് എന്ന് പറഞ്ഞ ഒരു പാട്ടിൻ്റെ ഒരു വൈബ് പിടിച്ച അതുകൊണ്ട് ഇന്ന് കാറി പാടാം. അപ്പോൾ പാടി കേട്ടു. അപ്പോഴത്തേക്കും ഓക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ അവിടെ ഇരുന്ന് കുറേ എല്ലാം എഴുതി സെറ്റാക്കി പാടി എല്ലാം വൃത്തിയാക്കിയിട്ട് നേരെ വന്നു, കമ്പോസ് ചെയ്തു, ബീറ്റൊക്കെ തന്നെ ഉണ്ടാക്കി യൂട്യൂബിലിട്ടിട്ടപ്പം എന്നത്തെയും പോലെ തന്നെ വ്യൂസ് ഒന്നുമില്ല. പിന്നെ എന്നാലും ഞാൻ ട്രൈ ചെയ്തു. പിന്നെ മലയാളം പാട്ട് ഞാൻ അങ്ങനെ പാടിയിട്ടില്ല. പാടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്രിഞ്ച്, മലയാളം പാടി എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഇതായിട്ട് ഞാൻ മലയാളം പാടിയില്ല. പിന്നെ ട്രൈ ചെയ്ത് പിന്നെ പരട്ട എന്ന് പറഞ്ഞൊരു സംഭവത്തിലോട്ട് എത്തി. പരട്ട പരട്ടല്ല ആദ്യത്തെ പാട്ട്. പരട്ട കുറെ അതിന് മുമ്പ് തെരണ്ടിവാലം എന്ന് പറഞ്ഞൊരു പാട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേനെ അതിൻ്റെ തെരണ്ടിവാല്, പിന്നെ ഭഗവാൻ, അങ്ങനെ ഒത്തിരി പാട്ടുകൾ. ഭഗവാൻ ഇംഗ്ലീഷ് ആണെന്ന് തോന്നുന്നല്ലേ? അതെ അതൊക്കെ പാടിയ പാട്ട്. അതെ അതിൻ്റെ അകത്ത് വൈറലായ സോങ് എന്ന് പറയുമ്പോൾ പരട്ട മാത്രമാണ്. വൈറലായ ഒരു സോങ്. ആ ഒരു പാട്ടിൽ കൂടിയാണ് നീരജ് ഇപ്പം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നീരജ് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. നാട്ടുകാർ നല്ല സപ്പോർട്ട്. നാട്ടുകാർ നമ്മളൊക്കെ പറയുമല്ലോ, അറിയില്ല, അത്രേ ഉള്ളൂ. അതെ നീരജ് ഈ പാട്ട് കേട്ടപ്പം, പാട്ടെന്ന് പറഞ്ഞ പാട്ട് കേട്ടപ്പം അതിന്റെ മ്യൂസിക് ഓക്കെ, പക്ഷെ അതിന്റെ വരികളുടെ അതിന്റെ അർത്ഥങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. അത് ഒരുപാട് പേരോട് അന്വേഷിച്ച് ചോദിച്ചപ്പോൾ അവർക്കും അത് തന്നെ അതിന്റെ അർത്ഥങ്ങൾ കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണ് സുഖമുണ്ട്, നല്ല കേൾക്കാൻ സുഖമുണ്ട്. സ്പീക്കറിലൊക്കെ ഇട്ടാണെങ്കിൽ തന്നെ വൈബ് ഇട്ട് കേൾക്കുന്നത് ബാറി വെച്ച് പാട്ട് കേൾക്കാൻ സുഖമുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം ഇതുവരെ മനസ്സിലായില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? ഇല്ല, അതിന്റെ അർത്ഥം ഒട്ടും മനസ്സിലായില്ല. അത് ഞാൻ മറ്റേ ദിലീപേട്ടന്റെ സിനിമ ഉണ്ടല്ലോ, ക്രേസി ഗോപാലൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ. അപ്പോൾ ക്രേസി ഗോപാലൻ സിനിമ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കോമഡി സീൻസ് ഒക്കെ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് ക്ലിക്കായിട്ട് കിട്ടിയൊരു പാട്ടാണ്. അതായത് ഒരു മോഷ്ടാവിനെ പോലീസ് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും മോഷ്ടാവ് പാടി ഒരു വൈബിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇട്ടേക്കുന്നത്. വരികൾ ഫസ്റ്റത്തെ വരി എന്ന് പറഞ്ഞാൽ അമ്പിളി ചേലുള്ള കണ്ണിൽ പാട്. അപ്പോഴത്തെ അമ്പിളി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ, അപ്പൊ ചന്ദ്രന്റെ ബ്യൂട്ടി ഉള്ള എന്റെ കണ്ണിലെ പോലീസുകാർ ഇടിച്ചു കഴിയുമ്പോൾ പാട് വന്നു എന്ന് അവിടെ കാണിക്കും. അപ്പോൾ പിന്നെ വട്ടത്തി കാവൽ നിൽക്കണം, അത് പോലീസുകാർ വട്ടത്തി കാവൽ നിൽക്കാനാണ്. പിന്നെ തട്ടുംപുറത്തൊന്നും പൊക്കിയതാണ്, മോഷ്ടിച്ചതിന് തട്ടുംപുറത്തൊന്നും പോലീസുകാർ പൊക്കിയതാണ്. പിന്നെ തെങ്ങിനെ ചുംബിച്ചിങ്ങനെ വെച്ച് കെട്ടിയിട്ടാണ്. അതെ എക്സ്പീരിയൻസ് മെൻ പെർഫെക്റ്റ്.
അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും അല്ല, ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് ചീന്തി എടുത്തതാണ്. അനുഭവങ്ങൾ കൂട്ടി ഇണക്കി ഉണ്ടാക്കിയ പാട്ടാണ് ഈ പരട്ട. അതെ അതെ അതെ. ബാക്കി ആ പിന്നെ തെങ്ങിനെ ചുംബിച്ച് കേട്ടിച്ചാണ്. പിന്നെ പറഞ്ഞു ഓട്ടുമുരളിയും കക്കുന്ന ഞാന് കട്ടപ്പുറത്ത് കട്ടപ്പുറത്ത് അത് മറ്റേ സിനിമയ്ക്കകത്തുണ്ട്, കട്ടപ്പുറത്ത് ജീപ്പ് ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പൊ കട്ടപ്പുറത്തുള്ള ജീപ്പിന്റെ നാട് വന്നവരും തിന്നവരും കണ്ടവരും ഒക്കെ താലോലിന് ചുമച്ച് ഇട്ടൊരു പേര് പരട്ട. അങ്ങനെ ഈ റാപ്പ് സോങ് അല്ലാതെ ക്ലാസിക്കൽ സോങ് ആയിട്ടുള്ള ഒരു ടച്ച് എന്താ? ഇല്ല, ചെറുപ്പത്തിൽ കുറച്ചിങ്ങനെ സ്കൂളിലൊക്കെ പാടുമെന്നുള്ളായിരുന്നു. റാപ്പ് സോങ് മാത്രമേ ഉള്ളൂ അതോ ക്ലാസിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടില്ല, ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ മൂളും. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ക്ലാസിക്കൽ സോങ് ഒരു 2 വരി. രാമേഘം പോൽ വിൻതാരം പോൽ നീ എന്തേ അകലെ നിൽപ്പൂ, കാതരേ നിൻ ചുണ്ടിലെ സന്ധ്യയിൽ അലിഞ്ഞിടാം പിടയും ചന്ദ്രലേഖ എന്തിനോ കാത്തു നിന്നോർത്തു ഞാൻ. നല്ല ഭംഗിയായിട്ട് അത് പാടും. നല്ല ഭംഗിയായിട്ട് പാടി. വരാനിരിക്കുന്ന പാട്ടുകളെ കുറിച്ച് ഉടനെ വട്ടെന്ന് പറഞ്ഞു ഇറങ്ങുന്നുണ്ട്. എല്ലാം യുണീക്ക്. ഇത് നമ്മുടെ പരട്ട പോലെ തന്നെ അല്ല സീരീസ്. നമ്മുടെ ഈ പരട്ടയുടെ ബീജിയം എന്ന് പറയുന്ന നേരത്ത് ഒരു കേരളത്തിൽ അങ്ങനെ കേൾക്കാത്തൊരു ബീജിയമാണ്. ബ്രസീലിയൻ സ്റ്റൈൽ, ബ്രസീൽ സോങ് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഓ, ആ ഒരു ലെവലിലേക്ക് എത്തിച്ചൊരു പാട്ടാണ്. ഇവർ എത്തിയില്ലെങ്കിലും ഒരു അല്ല, ഞാൻ കേരളത്തില് നമ്മള് ഇന്ത്യയിൽ ഇല്ലെന്ന് തോന്നുന്നല്ലേ അധികം. അത്രയും പോകണ്ട. നീരജ്, ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അടുത്ത ഇത് തന്നെ സോങ്ങിന്റെ മ്യൂസിക് പൂർണ്ണമായിട്ട് ഇനി വരാനിരിക്കുന്ന പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ്? അടുത്തായിട്ട് 2-3 വരാനുണ്ട്. അപ്പം പുതിയ പറഞ്ഞ ഇപ്പം അടുത്ത റിലീസ് വട്ടെന്ന് പറഞ്ഞു വരും. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നീരജിന്റെ വട്ട്. അല്ലെ, അതൊരു നല്ലൊരു കോൺസെപ്റ്റ് ആണ്. പരട്ടയുടെ വട്ട് അല്ലേ? പ്രേക്ഷകരോട് നീരജ് സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അത്ര ഉള്ളു. ഇപ്പൊ തന്നെ ഈ സപ്പോർട്ടിങ്ങും എല്ലാം മുന്നോട്ട് അങ്ങോട്ട് തുടങ്ങട്ടെ എന്ന്. ഞങ്ങളൊരു പുതിയ ചാനലാണ്. ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു ലക്കായിട്ട് കഴിഞ്ഞ് നീരജിനെ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടി. നമ്മള് ഒത്തിരി കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡി ഉള്ളൂ, അതിലാണ് ഫോളോവേഴ്സ് വളരെ കുറവാണ്. 900 ഫോളോവേഴ്സ്. ശരിക്കും ഞാൻ നീരജ് ഡൗട്ട് ഉണ്ടായിരുന്നു. അതെ, 4 പ്രാവശ്യം വിളിച്ചിട്ട് പോലും എടുക്കാത്ത സോഷ്യൽ മീഡിയ വല്ലാത്ത ഒരു സെലിബ്രിറ്റിയാണ് നീരജ്. യെസ്, അതെ അതെ. അപ്പം ചാനലിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. പരട്ട എന്ന സോങ് 50 ലക്ഷത്തോളം ആൾക്കാർ കണ്ടൊരു പാട്ടാണ്. പക്ഷെ നീരജ് ആരാന്നോ, നീരജിന്റെ ഫേസ് ഇതുവരെ ആർക്കും അറിയില്ല. ഇതിപ്പോ റോഡിൽ കൂടി നടന്നു പോയി കഴിഞ്ഞാൽ നീരജ് വന്നു കഴിഞ്ഞാൽ ഇത്രയും ആരാധകരുള്ള ഇത്രയും സേഫ് ആയിട്ട് നടക്കുന്ന ഒരു സെലിബ്രിറ്റി വേറെ അല്ലെ? ഇത്രയും സേഫ് ആയിട്ട് നടക്കുന്ന പബ്ലിക്കിലൂടെ ഇത്ര സേഫ് ആയിട്ട് നടക്കുന്ന വേറൊരു സെലിബ്രിറ്റി ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇല്ല. അപ്പൊ നീരജ് ഞങ്ങൾക്ക് ആദ്യത്തെ ഇന്റർവ്യൂ നന്ദി. താങ്ക്സ്. അപ്പം ഇതുപോലെ നമുക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം.